ആദ്യം തന്നെ എല്ലാവരുടെ പ്രശ്നമാണല്ലേ, നഖമൊക്കെ നീട്ടി അങ്ങ് വളർത്തി കഴിയുമ്പോൾ ഇതങ്ങ് പൊട്ടിപ്പോവും. അത് എല്ലാവരും ഒരു വിഷമിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിന് കാരണം എന്താണെന്നോ, നഖങ്ങൾ ഡ്രൈ ആവുന്നതാണ് മെയിനായിട്ട് അങ്ങനെ പൊട്ടിപ്പോകുന്നത്. അതിനു വേണ്ടി ചെയ്യാനുള്ളത് ഓയിലി ഓയിലോ വെളിച്ചെണ്ണയോ വാസലിനോ എന്തെങ്കിലുമൊക്കെ ഇട്ട് നഖങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക. ആഴ്ചയിൽ 1-2 ദിവസം നഖങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ പാല് നഖങ്ങളിൽ പാല് മുക്കി വെക്കാന്ന് പറയേ, അതിപ്പോൾ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, നഖങ്ങളുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും നഖങ്ങൾ നല്ല കട്ടിയായിട്ടിരിക്കാനായിട്ട് എന്തൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ പോസ്റ്റ് കേട്ടോ. നഖങ്ങൾ എന്ന് പറയുമ്പോൾ മുടി പോലെ തന്നെ നഖങ്ങളും കെരാറ്റിൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കെരാറ്റിൻ എന്ന് പറയുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്നത് മെയിനായിട്ട് കാൽസ്യവും പ്രോട്ടീനുമാണ്. അപ്പോൾ ഈ കാൽസ്യവും പ്രോട്ടീനും അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചാൽ തന്നെയും നഖങ്ങൾക്കും മുടിക്കുമൊക്കെ ആരോഗ്യവും സൗന്ദര്യവും ഉണ്ടാവും. ഓക്കെ, മാത്രമല്ല വൈറ്റമിൻ ബി അടങ്ങിയ ഭക്ഷണങ്ങൾ വേണം, വൈറ്റമിൻ എ വേണം, വൈറ്റമിൻ സി വേണം, അതുപോലെ തന്നെ അയൺ, സിങ്ക്, കോപ്പർ ഇതെല്ലാം അടങ്ങിയ ഒരു സമീകൃത ആഹാരം കഴിച്ചാൽ തന്നെയും നമ്മളുടെ നഖങ്ങളും മുടിക്കൊക്കെ നല്ല ആരോഗ്യം കിട്ടും. നമ്മുടെ ശരീരത്തിൻ്റെ പൊതുവായ ശരീരം ആരോഗ്യമുള്ളതാണോ എന്നറിയാൻ മുടിയും നഖവും നോക്കിയാൽ മതി. കാരണം ഏറ്റവും അവസാനം നമ്മുടെ പോഷകങ്ങൾ ചെന്നെത്തുന്ന സ്ഥലങ്ങളാണ് ഈ മുടിയും നഖമൊക്കെ. അപ്പോൾ ആവശ്യത്തിൽ നമ്മൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ, വൈറ്റമിൻസ് മിനറൽസൊക്കെ അടങ്ങിയ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഈ മുടിയിലേക്കും നഖത്തിലേക്കൊക്കെ ഈ പോഷണങ്ങൾ എത്താനുള്ള സാധ്യത കുറയും. അങ്ങനെയാണ് ഇത് വീക്കാവുന്നതും ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നതും കേട്ടോ. അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നഖങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ വൈറ്റമിൻസും മിനറൽസും ഒക്കെ കുറഞ്ഞതുകൊണ്ടും, അതുപോലെ അത് കൂടാതെ നഖങ്ങളിൽ ഇഞ്ചുറി, അതായത് ഡാമേജ് പറ്റും. അങ്ങനെ നഖങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും. അതുപോലെ തന്നെ ചില അസുഖങ്ങൾ വരുമ്പോൾ അതും നഖങ്ങളെ ബാധിക്കും. പിന്നെ ഡ്രൈനസ്, നഖങ്ങളൊട്ടും ശ്രദ്ധിക്കാണ്ട് നമ്മൾ ഇരിക്കുമ്പോൾ ഡ്രൈനസ് വന്ന് അതും നഖങ്ങളെ ബാധിക്കുന്നുണ്ട്. പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കുറയുക, ഇതിലെല്ലാത്തിലുപരി ഫംഗസ്, ഇൻഫെക്ഷൻസ് നഖങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ കൈകൾ സംരക്ഷിക്കുന്ന പോലെ തന്നെ നഖങ്ങളും സംരക്ഷിക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓരോരോ പ്രശ്നങ്ങൾ നഖങ്ങൾക്ക് വരും. അതാണ് നഖങ്ങൾ സംരക്ഷിക്കേണ്ട ആവശ്യകത എല്ലാവരും മനസ്സിലാക്കണേ. ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് നഖങ്ങൾക്ക് മെയിനായിട്ടുള്ളത് എന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ എല്ലാവരുടെ പ്രശ്നമാണല്ലേ, നഖമൊക്കെ നീട്ടി അങ്ങ് വളർത്തി കഴിയുമ്പോൾ ഇതങ്ങ് പൊട്ടിപ്പോവും. അത് എല്ലാവരും ഒരു വിഷമിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിന് കാരണം എന്താണെന്നോ, നഖങ്ങൾ ഡ്രൈ ആവുന്നതാണ് മെയിനായിട്ട് അങ്ങനെ പൊട്ടിപ്പോകുന്നത്. അതിനു വേണ്ടി ചെയ്യാനുള്ളത് ഓയിലി ഓയിലോ വെളിച്ചെണ്ണയോ വാസലിനോ എന്തെങ്കിലുമൊക്കെ ഇട്ട് നഖങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക. ആഴ്ചയിൽ 1-2 ദിവസം നഖങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ നഖങ്ങളിൽ പാല് മുക്കി വെക്കാന്ന് പറയേ, അതിപ്പോൾ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. അപ്പം നമുക്ക് വെളിച്ചെണ്ണയും ഒലിവ് ഓയിലൊക്കെ മുക്കി വെക്കുകയോ അതിട്ട് മസാജ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ നഖങ്ങളുടെ ഡ്രൈനസ് മാറി ആ പൊട്ടിപ്പോവാനുള്ളൊരു പ്രവണത ഇല്ലാണ്ടാകും. കൂടാതെ പുതിന നല്ലതാണെന്നാണ് പറയണേ. പുതിനയിൽ കിട്ടുന്ന സമയത്ത് ഉണക്കി പൊടിച്ചവിടെ വെച്ചിരുന്നാൽ 1 സ്പൂൺ ഈ ഉണങ്ങിയ പുതിന പൊടി, അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഈ നഖങ്ങൾ അതിലേക്ക് മുക്കി വെക്കണതും ഈ ഡ്രൈനസ് പോകുന്നതിന് നല്ലതാണ്. കൂടാതെ പുതിന ചായ കുടിക്കുന്നതും നല്ലതാണ്. പുതിന ചായ എന്ന് പറയുമ്പോൾ നമ്മൾ 1 ഗ്ലാസ് വെള്ളം എടുത്ത് അതിനകത്ത് 5-6 ഇല പുതിനയുടെ ഇലയിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ പുതിന ചായ ആറ്റി നമുക്ക് കുടിക്കാം കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് ആ ഡ്രൈനസ് മാറ്റിയെടുക്കാം. അടുത്തതായിട്ട് നഖങ്ങൾ സ്പ്ലിറ്റ് ആകുക, അതുപോലെ തന്നെ ഈ കഷ്ണമായിട്ട് ഇങ്ങനെ പൊളിഞ്ഞു പോവുക എന്നുള്ളൊരു പ്രവണതയാണ്. മെയിനായിട്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്നോ, നമ്മൾ മുടിയിൽ ഉടക്കും, അതുപോലെ പട്ടുസാരിയിലൊക്കെ ഉടക്കും ഇങ്ങനെ സ്പ്ലിറ്റൻ്റ് ആയി കഴിയുമ്പോൾ കേട്ടോ. അതിനുള്ള കാരണം എന്താണെന്നോ, വൈറ്റമിൻ എയുടെയും കാൽസ്യത്തിൻ്റെയും ഡെഫിഷ്യൻസിയാണ് ഇങ്ങനെ സ്പ്ലിറ്റായിട്ട് നഖങ്ങൾ പോകുന്നതും ഇങ്ങനെ അടർന്നടർന്നു പോകുന്നതിൻ്റെയും കാരണം അതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാൽസ്യവും വൈറ്റമിൻ എ ഒക്കെ അടങ്ങിയ ഫുഡ് കഴിക്കണം. കൂടുതലായിട്ട് മുട്ടയുടെ മഞ്ഞക്കരു കഴിക്കണം.
അതുപോലെ ഈസ്റ്റ് ഇട്ട ഫുഡ് കഴിക്കണം. പിന്നെ നമ്മൾ ജ്യൂസ് കുടിക്കുമ്പോൾ ഒരു സ്പൂൺ ഈസ്റ്റ് അതിനകത്തിട്ട് കുടിക്കാൻ പറ്റുന്നവർക്ക് അത് നല്ലതാട്ടോ, നഖത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ ശർക്കര ചേർത്ത ഫുഡ് കഴിക്കുക, അതുപോലെ പിന്നെ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങളൊക്കെ കഴിക്കുക. ഇതൊക്കെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാണ്. പിന്നെ അടുത്ത പ്രശ്നം എന്താണെന്നോ, ഈ നഖങ്ങളിൽ വെളുത്ത കുത്തു പോലെ കാണുമല്ലോ. ഇത് എല്ലാവരും ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പറയും പുതിയ ഉടുപ്പ് കിട്ടാനാന്ന് പറയും. ഇപ്പോഴും അങ്ങനെ പിള്ളേർ പറയുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ശരിക്കും പറഞ്ഞാൽ ഉടുപ്പ് കിട്ടാനൊന്നുമല്ല, കോപ്പറിൻ്റെ കുറവ് മൂലമാണ് അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കോപ്പർ അടങ്ങിയ ഫുഡ് കഴിക്കാൻ ഇങ്ങനെയുള്ള പ്രശ്നമുള്ളവർ അത് ശ്രദ്ധിക്കണേ. പിന്നെ ഇൻഫെക്ഷനാണ്, ഫംഗലാണ്, പൂപ്പൽ. ഇത് വല്ലാത്തൊരു പ്രശ്നമാണ്. നഖത്തിൻ്റെ ചുറ്റും ക്യൂട്ടിക്കളുടെ ചുറ്റും ഒക്കെ ഇതുവരെ നഖം പൊളിഞ്ഞു പോവുകയും വല്ലാത്തൊരവസ്ഥയാണ് അത്. നമുക്ക് ഡിറ്റർജൻറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല, നനയ്ക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു വല്ലാത്തൊരവസ്ഥയാണ് ഈ നഖത്തിൽ പൂപ്പൽ ബാധിക്കുക, ഫംഗസ് ബാധിക്കുക, ഇൻഫെക്ഷൻ ഉണ്ടാവുക ഒക്കെ ചെയ്യണത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ പ്രശ്നമാണ് ഇങ്ങനെ കാണുന്നത്. അതിനൊരു കാരണം കേട്ടോ. വയറിൽ നല്ല ബാക്ടീരിയ കുറയുകയും ചീത്ത ബാക്ടീരിയ കൂടുകയൊക്കെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ് ഈ ഒരു പ്രശ്നം. അപ്പോൾ പിന്നെ അങ്ങനെ ചില അസുഖങ്ങൾ മൂലം, പിന്നെ ചില ആൻറ്റിബയോട്ടിക്സ് അധികം കഴിക്കുന്നത് മൂലം ഇങ്ങനെ സംഭവിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ നല്ല പ്രോബയോട്ടിൻ അടങ്ങിയ ഫുഡ് കഴിക്കുക. അപ്പം ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പുളിപ്പിച്ച പാല്, തൈര്, അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡൊക്കെ തിരഞ്ഞെടുത്ത് കഴിക്കുക. പ്രോബയോട്ടിൻ്റെ ഞാനൊരു വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങളത് കണ്ടോളൂ. അപ്പോൾ അങ്ങനെ ഈ പൂപ്പൽ പ്രശ്നമുള്ളവർ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ഈ നഖത്തിൻ്റെ ഈ പ്രോബ്ലം മാറിക്കിട്ടും. അതാണ് അടുത്തത്. ഇനി ഒരു ഇതും കൂടെ ഉണ്ട്. നഖം ഇങ്ങനെ ഒട്ടും ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്ത പോലെ ഇങ്ങനെ പെയിലായിട്ട് മഞ്ഞ നിറത്തിലൊക്കെ ഇരിക്കുന്ന പലരിലും കണ്ടിട്ടുണ്ട്. അത് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാണ്ടാണ്. മാത്രമല്ല റെഗുലറായിട്ട് ക്യൂടെക്സ് ഉപയോഗിക്കുന്നത് മൂലം ഇങ്ങനെ സംഭവിക്കേ. ക്യൂടെക്സ് ഇങ്ങനെ ഇട്ടിട്ട് സ്ഥിരമായിട്ട് നടക്കുന്നവർക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പം നിങ്ങൾ ചെയ്യാനുള്ളത് ക്യൂടെക്സ് നമുക്ക് ഇടാം. ഒരു മാസമൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസമൊക്കെ ക്യൂടെക്സ് ഇല്ലാതെ നിങ്ങൾ നടക്കണം. അപ്പോൾ നമ്മുടെ നഖത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതുപോലെ നഖത്തിൻ്റെ ആ കളറിനൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഈ നഖത്തിൻ്റെ പ്രശ്നങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പം നഖം ആരോഗ്യത്തോടു കൂടി ഇരിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം. ഓരോ പ്രശ്നങ്ങൾക്കും കേട്ടോ. ഇപ്പോൾ നഖത്തിൽ പുള്ളിക്കുത്താണെങ്കിൽ അതിനുള്ള റെമഡി ഞാൻ പറഞ്ഞു. അതുപോലെ പൂപ്പൽ ഫംഗലാണെങ്കിൽ അതിനുള്ള റെമഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ പൊട്ടിപ്പോകുന്നതിനും പൊളിഞ്ഞു പോകുന്നതിനും ഒക്കെ ഓരോരോ റെമഡി. അപ്പം നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നോക്കണം. എന്താ പ്രശ്നം? അപ്പോൾ എനിക്ക് പല വീഡിയോസിലും കമൻറ്റ് ബോക്സിൽ വരാറുണ്ട്, നഖം പൊളിഞ്ഞു പോകുന്നു, അതുപോലെ ഇങ്ങനെ സ്പ്ലിറ്റൻ്റായി പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. മാത്രമല്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ഫ്രണ്ട്സിനെല്ലാം തീർച്ചയായിട്ടും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇനി എൻ്റെ കാര്യം എന്ന് പറഞ്ഞോട്ടെ, ഇനിയും ഒത്തിരി പേരുണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യാൻ. തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ പഴയ ഒത്തിരി പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നിങ്ങളൊക്കെ എന്നെ കാണണം. ആർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് കാണണം കേട്ടോ. ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.